ഇന്ന് നമ്മൾ എടുക്കുന്നത് ഇഞ്ചി എടുക്കുന്നുണ്ട്, ഒരു 3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, വേപ്പില, കുറച്ച് ചുവന്നുള്ളി, മുളക് ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ നല്ല അടിപൊളിയായിട്ട് കഴുകിയിട്ടുള്ള ബീഫും. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ പണി. ഞാൻ ആ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചതച്ചെടുക്കുന്നുണ്ട്. ഒരു തക്കാളി കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ എടുക്കുന്നുണ്ട്. ഇനി ആ പച്ചമുളകൊന്ന് രണ്ടായിട്ട് കീറി, അതുപോലെ തന്നെ നമ്മൾ തക്കാളിയും ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ കുക്കർ വെച്ച് അതിൽ അത്യാവശ്യം നമ്മൾ കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ചതച്ച ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ചുവന്ന ഉള്ളിയും കൂടി നമ്മളിട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി അതിൻ്റെ നിറമൊക്കെ മാറി. ആഹാ, നല്ലൊരു മണം കേട്ടോ. അത് കണ്ടോ, അടിപൊളിയായിട്ട് വരുന്നിട്ടുണ്ട്. അത് പാകമാകുമ്പോൾ നമ്മൾ ആ ചതച്ച മുളകിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഗരം മസാല ആഡ് ചെയ്ത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ശരിക്കും മിക്സ് ചെയ്യും. ഇത് ശരിക്കും മിക്സ് ആയിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ ബീഫ് കൂടെ ഇട്ടിട്ട് ബീഫും നമ്മൾ നല്ലോണം ഒന്ന് അങ്ങോട്ട് ഇളക്കി നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് സ്വയംഭനാക്കി ഇങ്ങോട്ട് എടുക്കും. കണ്ട, അതിന് നമ്മൾ പച്ചമുളകും നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് ഒരു പൊടിക്ക് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിലേക്ക് ഒരു 5-6 വിസിൽ അങ്ങോട്ട് അടിച്ച് കഴിഞ്ഞിട്ട് തുറക്കുമ്പോൾ ഉണ്ടല്ലോ, അയ്യോ പൊളി. അതിന് കുറച്ച് വേപ്പിലയുള്ളത് കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് പറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ കണ്ട ഒരു 2 പൊറോട്ടയും ഒരു ചൂടി ചായയുടെ കൂടെ ഇതങ്ങാട് അടിച്ചാലുണ്ടല്ലോ, അടിപൊളിയായിരിക്കും.